ഭാവി നല്ല രീതിയിലേക്കാണ് എന്നൊരു സൂചനയാണ് ഞങ്ങൾക്ക് ഇന്നലെ അവിടെ നിന്ന് കിട്ടിയത്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എൻ പീറ്റർ, ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾ വലിയ തോതിലുള്ള ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയുണ്ടായി. അതിൽ പ്രധാനമായും ഉയർത്തിക്കേട്ട ഒരു ശബ്ദം ഒരു ആശങ്കയുടേതാണ്. ഈ പറയുന്നത് പോലെ വേറെ ഏതെങ്കിലും താല്പര്യമുള്ളവരാണ് ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നിലെങ്കിൽ ആരെ പ്രതികൂട്ടിൽ നിർത്താൻ കഴിയും? ക്രിസ്ത്യാനികൾ വളരെ ന്യൂനപക്ഷമാണ്. ഒരു ഭൂരിപക്ഷം ജനത ന്യൂനപക്ഷത്തിന് നേരെ എന്നേ ആദ്യ ചിന്തയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. എന്നിട്ട് പ്രതികരണങ്ങൾ വരുമ്പോഴും ആ രാഷ്ട്രീയ മത ചിന്താഗതിയുള്ളവരുടെ പ്രതികരണം ഇന്നും തികച്ചും ഈ ക്രിസ്ത്യാനികൾക്കെതിരായ ചിന്താഗതിയാണ്. ഇതൊക്കെ കാണുമ്പോൾ നിശ്ചയമായും ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല. വാസ്തവത്തിൽ ഹൈന്ദവ മതം ആരെയും ഉപദ്രവിക്കാൻ പഠിപ്പിക്കുന്നില്ല. ആ മതഭക്തി ഉണ്ടെങ്കിൽ ഉള്ളവർ ഒരിക്കലും നരവേട്ടയ്ക്ക് പള്ളികളെ ആക്രമിക്കാൻ വരത്തില്ല. പക്ഷെ അതിന്റെ പിന്നിൽ വേറെ ഏതോ ഒരു ശക്തി ചിലരെ ഉപയോഗിക്കുന്നു എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞങ്ങൾക്ക് ഇന്ന ആള് തന്നെ ഉപദ്രവകർത്താവെന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല, അത് ഗവൺമെന്റ് തെളിയിക്കണം. ഞങ്ങൾക്ക് സംരക്ഷണം തരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഞാൻ തിരിച്ചു വരാം. പ്രശാന്തൻ ചെരുവിൽ രണ്ടു ഭാഗം ഇതിനകത്ത് പറയുകയുണ്ടായി. പക്ഷേ കേരളത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റൊരു സംസ്ഥാനത്തിനും അർഹിക്കാത്ത തരത്തിലുള്ള ഒരു മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിൽ. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇതിന് പോറലേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ചെറിയ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ പീഡിതരാക്കപ്പെട്ടവരും അല്ലെങ്കിൽ ആരോപിതരാക്കപ്പെട്ടവരും ഈ രണ്ടു കൂട്ടരുടെയും പ്രതികരണങ്ങളാണ് പലപ്പോഴും ഇതിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ഇപ്പൊ സമീപകാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള ഇത്തരം ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വിലയിരുത്തേണ്ടത്? ഇവിടുത്തെ ഹൈന്ദവരെ ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യാനോ ഇവിടുന്ന് ഓടിക്കാനോ വേണ്ടി സംഘടിതമായിട്ട് ഞങ്ങളുടെ പള്ളികൾ ആക്രമിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷെ ഇതിന്റെ ഭയപ്പാടിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വടക്കേ ഇന്ത്യയിലും ഒറീസയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും കർണാടകത്തിലും നടക്കുന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അല്പം ഭയപ്പാടില്ലാതില്ല താനും. എങ്കിൽ തന്നെയും സഭയുടെ നിലപാട്, കത്തോലിക്ക സഭയുടെ നിലപാട്, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവര് ക്രിസ്തുമതത്തെ മാത്രമല്ല ലോകത്തിലെ എല്ലാ മതങ്ങളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ആർഷഭാരത സംസ്കാരത്തിൽ പിൻഗാമികളാണ്. അവർക്ക് ഒരു മതത്തെയും ഒരു വ്യക്തികളെയും ആക്രമിക്കാനോ ഉപദ്രവിക്കുവാനോ വിദ്വേഷിക്കാനോ സാധിക്കത്തില്ല. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തേത്, ഇതിനകത്ത് ചില രാഷ്ട്രീയ മുതലെടുപ്പുകളില്ലേ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ പ്രതികളെ പ്രഖ്യാപിക്കാനും അന്വേഷണം ഒന്നുമില്ലാതെ തന്നെ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ക്രൈസ്തവ സഭകളുടെ ഒരു നേതാക്കന്മാരും ഇത് ആരാണ് ആക്രമിച്ചതെന്നോ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷെ മറ്റു ചിലര് അവിടെ ചെന്ന് ഇന്നാരും ആണെന്നൊക്കെ വിരൽ ചൂണ്ടുന്നതിൽ ഞാൻ ചില സംശയങ്ങളുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഹിന്ദുമതത്തിന്റെ മറവില് ഹിന്ദുമതത്തിന്റെ വിശ്വാസം പിന്തുടരുന്നു എന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന എന്നാൽ യഥാർത്ഥത്തിൽ ഹിന്ദുമതത്തിന്റെ സിദ്ധാന്തങ്ങൾ പിന്തുടരാത്ത ചില തത്പര കക്ഷികളെ ഇതിന് പിന്നിലുണ്ടോ എന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ എന്തായാലും തിരിച്ചു വരാം. സദസ്സിൽ നിന്നുള്ള കുറച്ച് അഭിപ്രായങ്ങൾ കേട്ട ശേഷം കേരളത്തിൽ